ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റോ ചാറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കർണാടക സ്പെഷ്യൽ കുക്കുംബർ തമ്പുളിയാണ്. തമ്പുളി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ മോരുകറി, പുളിശ്ശേരി പോലത്തെ ഒരു കറിയാണ് കേട്ടോ. ഇത് ഭയങ്കര റിഫ്രഷിങ് ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയ കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഒരു കുഞ്ഞു ജാറിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചി ഒരു ചെറിയ 2 കഷ്ണം മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 3-4 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുക്കുംബർ ഞാൻ ഒരു കുഞ്ഞു കുക്കുംബർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ലാസ്റ്റ് ഇടാനുള്ളത് മല്ലിയിലയാണ്. അപ്പം മല്ലിയില അത്യാവശ്യം കുറച്ച് ഏറെ എടുത്ത് അതിൻ്റെ അകത്തിട്ടൊന്ന് അരച്ചെടുക്കുക. അരപ്പ് ഇതുപോലെ നന്നായി തരികളൊന്നും ഇല്ലാതെ നന്നായി പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ഫുള്ള് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കട്ട തൈര് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്കർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അത് വെച്ച് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുക്കണം. അപ്പം അത് വിസ്ക് ചെയ്തതിന് ശേഷം നമുക്ക് തമ്പുളിക്ക് വേണ്ട കടുക് വറുക്കാം. അപ്പം ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് സോട്ട് ചെയ്യുക. നിങ്ങളുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഇത് നമുക്ക് പതുക്കെ നമ്മളുടെ വിസ്ക് ചെയ്ത് വെച്ചേക്കുന്ന തമ്പുളിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപ്പ് എരിവ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എരിവ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മളുടെ തമ്പുളി ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കർണാടക സ്റ്റൈൽ കുക്കുംബർ തമ്പുളി. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന കറികളിൽ നിന്ന് വേറിട്ടൊരു ടേസ്റ്റാണ്, ഒരു റിഫ്രഷിങ് ടേസ്റ്റാണ് കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടും ആ ഒരു ടേസ്റ്റ്. അപ്പം നല്ല ചൂട് കാലത്തൊക്കെ ഇത് കഴിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ. Don't forget to like and hit the bell icon.